ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ simnajithu. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് എല്ലാവർക്കും നല്ല ഉപകാരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് കേട്ടോ. നല്ല സോഫ്റ്റ് ഇഡ്ഡലിയുടെ വീഡിയോ ആയിട്ടാണ്. അപ്പോൾ ഇഡ്ഡലി നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് ഒട്ടും ശരിയാകാത്തവർ ഒത്തിരി പേരുണ്ടാവും. എന്നാൽ പഞ്ഞി പോലുള്ള ഇഡ്ഡലി നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. അതിനുള്ളൊരു നല്ലൊരു ട്രിക്കും ടിപ്പും ഒക്കെ ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിട്ടുള്ളത്. അപ്പോൾ കണ്ടു നോക്കിയിട്ട് ട്രൈ ചെയ്ത് നോക്കുന്ന സമയത്ത് ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോകരുത്. പിന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഇഡ്ഡലി ഇഷ്ടപ്പെടുന്നവർ വേഗം തന്നെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്തേക്ക് കേട്ടോ. പുതുതായിട്ട് നമ്മുടെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യാം. അപ്പോൾ നമുക്ക് വേഗം തന്നെ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പഞ്ഞു പോലുള്ള ഈ ഒരു ഇഡ്ഡലി എങ്ങനെ തയ്യാറാക്കുന്നത് എന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഈ ഒരു സോഫ്റ്റ് ആയിട്ടുള്ള ഇഡ്ഡലി റെഡിയാക്കി എടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ 250 ml കപ്പിൽ 2 കപ്പോളം വരുന്ന പച്ചരിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതുപോലുള്ളൊരു കപ്പ് വേണമെന്ന് നിർബന്ധമില്ല. നമ്മുടെ വീട്ടിൽ ഏതെങ്കിലും ഒരു പാത്രമോ ഗ്ലാസ്സോ എടുത്താൽ മതി. പക്ഷേ നമ്മൾ ഏത് പാത്രത്തിലാണോ പച്ചരി അളന്നെടുക്കുന്നത് അത് ഈ ഒരു സെയിം പാത്രത്തിലായിരിക്കണം. അതിന് വേണ്ടിയിട്ടുള്ള ഉഴുന്നൊക്കെ അതേപോലെ ചോറും ഒക്കെ അളന്നെടുക്കാൻ വേണ്ടിയിട്ട് അത് മാത്രം ഒന്ന് ശ്രദ്ധിച്ചേക്കട്ടോ. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പോളം വരുന്ന ഉഴുന്നാണ് അതിൻ്റെ കണക്ക് കേട്ടോ. അപ്പോൾ സെയിം പാത്രത്തിൽ തന്നെ എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ 2 കപ്പ് പച്ചരിക്ക് 1/4 കപ്പോളം വരുന്ന ഉഴുന്നും കൂടി നമുക്ക് ഈ ഒരു പാത്രത്തിലോട്ട് അങ്ങോട്ട് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലോട്ട് ഒരു 1/4 ടീസ്പൂൺ അളവിൽ ഉലുവയും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഉലുവ ചേർക്കുന്ന സമയത്ത് ഒരുപാട് കൂടി പോകണ്ട. ഈ ഒരു 1/4 ടീസ്പൂൺ അളവിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇതെല്ലാം കൂടി നമുക്ക് ആദ്യം നന്നായിട്ടൊന്ന് കഴുകിയെടുക്കാം. അപ്പോൾ ഇതെല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് കഴുകിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 3-4 മണിക്കൂർ നന്നായിട്ടൊന്ന് കുതിരാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നമ്മൾ കുതിർക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഈ ഒരു വെള്ളം എന്ന് പറയുമ്പോൾ നല്ല വെള്ളം ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ ഈ ഒരു വെള്ളത്തിലാണ് നമ്മുടെ ഈ ഒരു ഇഡ്ഡലിയുടെ മാവ് നമ്മൾ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അതുകൊണ്ടാണ് നന്നായിട്ട് കഴുകിയതിന് ശേഷം മാത്രം നല്ല വെള്ളത്തിൽ കുതിർത്തെടുക്കാൻ വേണ്ടിയിട്ട് പ്രത്യേകം പറയുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിതൊരു 4 മണിക്കൂർ നന്നായിട്ട് കുതിരാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇതേ ഒരു 4 മണിക്കൂർ ഈ ഒരു പച്ചരിയും ഉഴുന്നും എല്ലാം കൂടി ഞാൻ നന്നായിട്ടൊന്ന് കുതിർത്തെടുത്തിട്ടുണ്ട്. അതിലെ വെള്ളമൊക്കെ മറ്റൊരു പാത്രത്തിലോട്ട് മാറ്റി കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിത് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് തുടങ്ങാം. അപ്പോൾ അരച്ചെടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് 2 രീതിയിൽ അരച്ചെടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ നമ്മളെല്ലാവരും ചെയ്യുന്നത് പോലെ മിക്സിയുടെ ജാറിലിട്ടിട്ട് അരച്ചെടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇതുപോലെ ഗ്രൈൻഡറിലിട്ടിട്ടും അരച്ചെടുക്കാം. ഞാൻ എന്തായാലും ഇവിടെ ഈ ഒരു അരി ഗ്രൈൻഡറിൽ ഇട്ടിട്ടാണ് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. ഗ്രൈൻഡറിൽ നമ്മൾ ഈ ഒരു ദോശയ്ക്കും അല്ലാന്നുണ്ടെങ്കിൽ ഇഡ്ഡലിക്കൊക്കെ മാവ് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മുടെ ഇഡ്ഡലിയും അതേപോലെ ഈ ഒരു ദോശയൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. അതുകൊണ്ട് ഗ്രൈൻഡർ ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഗ്രൈൻഡർ തന്നെയായിരിക്കും ഭേദം. ഇനി ഇതിലോട്ട് ഒരു 1/4 കപ്പ് ചോറ് ഞാൻ ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചോറ് ചേർത്തിട്ട് ഞാൻ ആദ്യം ഒന്ന് അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകാണ് കേട്ടോ. ഈ അരിയുടെയും ഉഴുന്നിൻ്റെയും കൂടെ ചോറിട്ട് അരക്കുന്ന സമയത്ത് ആ ഒരു ചോറ് അരയാതെ കിടക്കുന്നത് പോലെ എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുകൊണ്ട് ആദ്യം കുറച്ച് ചോറും കുറച്ച് വെള്ളവും ചേർത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ചോറ് ഒരു അരഭാഗത്തോളം ഒന്ന് അരഞ്ഞെന്ന് തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് പച്ചരിയും ഉഴുന്നും ഉലുവയും കുറച്ചായിട്ട് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. എല്ലാം കൂടി അങ്ങോട്ട് ഒരുമിച്ച് ചേർക്കണ്ട. ഇതൊരുപാട് ഉള്ളത് കാരണം 2 ട്രിപ്പായിട്ടാണ് ഞാൻ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് ഇതിലോട്ട് വെള്ളവും കുറച്ചായിട്ട് ചേർത്ത് കൊടുക്കാം. വെള്ളം ചേർക്കുന്ന സമയത്ത് ശ്രദ്ധിക്കുക, നമ്മൾ നേരത്തെ കുതിർക്കാനായിട്ട് ആ ഒരു മാറ്റി വെച്ചിട്ടുള്ള വെള്ളമാണ് നമ്മൾ ഇതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് കേട്ടോ. അപ്പോൾ നന്നായിട്ട് ഇത് ആദ്യം ഒന്ന് അരച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ആദ്യത്തെ ട്രിപ്പിലിട്ട് കൊടുത്ത പച്ചരിയും ആ ഒരു ഉഴുന്നൊക്കെ നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ നമുക്ക് അരഞ്ഞ് കിട്ടിയിട്ടുണ്ട്. ഇനി ഈ ഒരു മാവ് നമുക്ക് ഈ ഒരു ഗ്രൈൻഡറിൽ നിന്ന് പതുക്കെ അങ്ങ് മാറ്റി കൊടുക്കാം. ഇനി ബാക്കിയുള്ള ഒരു പച്ചരി ഉഴുന്നും കൂടി നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. അരച്ചെടുക്കുന്ന സമയത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നന്നായിട്ട് പേസ്റ്റ് പരുവത്തിൽ അരച്ചെടുക്കാം. ഇനി നമ്മളിതിലോട്ട് ചോറ് ചേർക്കേണ്ട ആവശ്യമില്ല. മൊത്തത്തിലുള്ള ആ ഒരു അരിയുടെ അളവിലുള്ള ചോറാണ് നമ്മൾ 1/4 കപ്പോളം വരുന്ന ചോറ് ആദ്യത്തെ ട്രിപ്പിൽ നമ്മൾ ഇട്ടിട്ട് അരച്ചത്. അപ്പോൾ ഇതും കൂടി നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചിട്ടെടുക്കാം. അപ്പോൾ നമുക്കിതും നന്നായിട്ട് അരഞ്ഞു കിട്ടിയിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് 2 രീതിയിൽ മാവ് ഇതിൽ നിന്ന് എടുക്കാം കേട്ടോ. ഒന്നെങ്കിൽ നമ്മൾ ഈ ഒരു ഗ്രൈൻഡർ ഇങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ കൈ വെച്ചിട്ട് ഇതുപോലെ എടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഗ്രൈൻഡർ ഓഫ് ചെയ്തിട്ട് നമ്മുടെ സാധാരണ ഈ ഒരു കല്ലൊക്കെ മാറ്റിയിട്ട് പതുക്കെ എടുത്താലും മതി. ഒരുപാട് എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ആളെന്നുണ്ടെങ്കിൽ കൈ വെച്ചിട്ട് ഇതുപോലെ എടുക്കുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ട് ചെയ്യാം കേട്ടോ. നല്ല എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാർ മാത്രം ചെയ്താൽ മതി. അല്ലാത്തവർ അമ്മി പതുക്കെ ഇതിൽ നിന്ന് പുറത്തെടുത്തിട്ട് മാവ് കംപ്ലീറ്റ് ആയിട്ട് മറ്റൊരു പാത്രത്തിലോട്ടങ്ങ് മാറ്റി കൊടുക്കാം. ഇനി നമ്മളിതൊരു സീക്രട്ട് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു 2-3 ടേബിൾ സ്പൂണോളം വരുന്ന നല്ല പുളിച്ചിട്ടുള്ള ദോശ അല്ലെന്നുണ്ടെങ്കിൽ ഇഡ്ഡലി മാവാണ് നമ്മളിതിലോട്ട് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് പോകുന്നത്. അപ്പോൾ ഈ ഒരു മാവ് നമ്മൾ ചേർത്ത് കൊടുക്കുമ്പോഴേക്കും നമ്മൾ നാളെ ആകുന്ന സമയത്ത് ഈ ഒരു നമ്മളിപ്പോൾ അരച്ചെടുത്തിട്ടുള്ള ഈ ഒരു മാവ് നന്നായിട്ട് അങ്ങോട്ട് പുളിച്ച് വരും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഓൾറെഡി പുളിച്ചിട്ടുള്ള 2-3 ടേബിൾ സ്പൂൺ അല്ലാന്നുണ്ടെങ്കിൽ ദോശമാവ് ഇഡ്ഡലി മാവ് ചേർത്ത് കൊടുക്കാം. ഇത് നമ്മൾ തലേന്നൊക്കെ ചുടുന്ന സമയത്ത് ബാക്കി വരുന്ന മാവ് കുറച്ചെടുത്ത് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അത് നന്നായിട്ട് പുളിച്ചിട്ടുണ്ടാവുമല്ലോ. ആ ഒരു മാവ് ഈ ഒരു സമയത്ത് ഇതിലോട്ട് അങ്ങോട്ട്
ചേർത്ത് കൊടുക്കുക. ഇങ്ങനെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ഈ ഒരു മാവ് കൂടി പുളിച്ചിട്ട് അങ്ങോട്ട് വന്നോളും കേട്ടോ. എന്നിട്ട് നമ്മുടെ കൈ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അതിന് മുന്നേ ഈ ഒരു മാവിന് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നന്നായിട്ട് ഇതുപോലെ കൈ വെച്ചിട്ട് മിക്സ് ചെയ്യുന്ന സമയത്ത് തന്നെ നമ്മുടെ മാവ് നന്നായിട്ട് ആ ഒരു നമ്മുടെ കയ്യിലുള്ള ബാക്ടീരിയ കാരണം നല്ല ബാക്ടീരിയകൾ ഉണ്ടാവും നമ്മുടെ കയ്യിൽ. ആ ഒരു ബാക്ടീരിയ കാരണം മാവ് ഒന്നും കൂടി ഒന്ന് പുളിച്ച് വരാനായിട്ട് സഹായിക്കും. അതുകൊണ്ട് കൈ വെച്ചിട്ട് തന്നെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി ഇത് ചുരുങ്ങിയത് ഒരു 6 മണിക്കൂറെങ്കിലും നമുക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. നമ്മൾ ആ ഒരു പുളിച്ച ദോശമാവൊക്കെ ചേർത്ത് കൊടുത്തുകൊണ്ട് ഇത് പെട്ടെന്ന് അങ്ങോട്ട് പുളിച്ച് വരും കേട്ടോ. ഇതിപ്പോൾ ഞാൻ നാളെ രാവിലത്തേക്കാണ് അരച്ച് വയ്ക്കുന്നത്. അപ്പോൾ 6 മണിക്കൂർ അല്ലാന്നുണ്ടെങ്കിൽ ഒരു 8 മണിക്കൂർ നമുക്ക് നന്നായിട്ട് ഇത് പൊങ്ങാനായിട്ട് അങ്ങ് മാറ്റി വയ്ക്കാം. അപ്പോൾ ഇത് നമ്മുടെ മാവൊക്കെ രാവിലെ ആകുമ്പോഴേക്കും നന്നായിട്ട് ഇതുപോലെ അങ്ങോട്ട് പുളിച്ച് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് ഈ ഒരു രീതിയിൽ കറക്റ്റായിട്ട് പുളിച്ച് വരണം, എങ്കിലും നമ്മുടെ ഈ ഇഡ്ഡലി നന്നായിട്ട് സോഫ്റ്റായിട്ട് മാറുള്ളൂ കണ്ടോ. കറക്റ്റായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് തന്നെ നമ്മുടെ മാവ് വന്നിട്ടുണ്ട്. പിന്നെ ഈ ഒരു ഇഡ്ഡലി മാവൊക്കെ ഒരുപാട് സ്പൂൺ ഇട്ടിട്ട് അങ്ങനെ ഇളക്കി എടുക്കാൻ വേണ്ടിയിട്ട് പാടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ആ ഒരു മിക്സിങ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാവ് അരച്ചെടുക്കുന്ന ആ ഒരു സമയത്തിന് ഉപ്പ് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കുന്നത് കേട്ടോ. ഉപ്പ് നമ്മൾ ഈ രാവിലെയൊക്കെ ചേർത്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ സ്പൂൺ വെച്ചിട്ട് നന്നായിട്ട് ഇളക്കേണ്ടതായിട്ട് വരും. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ആദ്യമേ ഉപ്പിട്ടിട്ട് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങ് മാറ്റി വയ്ക്കുക. എന്നിട്ട് പതുക്കെ ഒന്ന് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കുക. ഇനി ഒരു ഇഡ്ഡലി തട്ടിൽ കുറച്ച് ഓയിലോ അല്ലാന്നുണ്ടെങ്കിൽ വെളിച്ചെണ്ണ ഒന്ന് തടവി കൊടുത്തതിന് ശേഷം സാധാരണ നമ്മൾ ഇഡ്ഡലി ചുട്ടെടുക്കുന്ന ആ ഒരു രീതി തന്നെ കേട്ടോ. സ്പൂൺ നിറയെ മാവ് നമുക്ക് ഇതിലോട്ട് ഈ ഒരു ഓരോരോ കുഴികളിലായിട്ട് ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഹൈ ഫ്ലെയിമിൽ കറക്റ്റ് ഒരു 10-15 മിനിറ്റ് നന്നായിട്ട് നമുക്കൊന്ന് വേവിച്ചിട്ടെടുക്കാം. അപ്പോൾ ഇത് നമ്മുടെ നല്ല പഞ്ഞി പോലുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഇഡലി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ശരിക്കും നല്ല സോഫ്റ്റാണ് കേട്ടോ. ഇത് ഈ ഒരു ഇഡ്ഡലിയൊക്കെ നമുക്ക് കഴിക്കുന്ന സമയത്ത് കറികളുടെ ആവശ്യമില്ല, അത്രയും ടേസ്റ്റി ആയിട്ടുള്ള നല്ല പഞ്ഞി പോലുള്ള ഇഡ്ഡലിയാണ്. ഉള്ളൊക്കെ കണ്ടോ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ല പൂ പോലുള്ള ഇഡ്ഡലിയാണ് കേട്ടോ. അപ്പോൾ തയ്യാറാക്കി നോക്കുക. തയ്യാറാക്കി നോക്കുന്ന സമയത്ത് ഇതുപോലെ നിങ്ങൾ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഫീഡ്ബാക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് മറന്നു പോരുത്. പിന്നെ ഈ ഒരു ഇഡ്ഡലി ഇഷ്ടപ്പെട്ടവർ വീഡിയോ വേഗം തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കുക. പിന്നെ ചാനലിലെ വീഡിയോസൊക്കെ ആദ്യമായിട്ട് ആരെങ്കിലും കാണുകയാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്ത് ഓളിന് തന്നെ ക്ലിക്ക് ചെയ്യട്ടോ. അപ്പോൾ നാളെ ഒരു നല്ല വീഡിയോ ആയിട്ട് കാണും വരെ. താങ്ക് യു ഫോർ വാച്ചിങ് സിംനാസ് ട്യൂട്ടോറിയൽ. ബൈ.